അർജുൻ ആയങ്കിയുടെ കയ്യിലുള്ള ഐഫോണ് കണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. കാരണം ഇയാൾ വൈഫൈ കൂടെയാണ് വാർത്തകളെല്ലാം ഇട്ടത്. അത് മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കില്ല എന്നുള്ള ചോദ്യത്തിന് അയാൾ പറഞ്ഞത് തന്നെയാണ് ആ വൈഫൈ കൂടെ സോഷ്യൽ മീഡിയയിൽ പോലീസിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും എല്ലാം സംസാരിച്ചത്, വാർത്തയിട്ടതെല്ലാം അത് വൈഫൈ കൂടെയാണ്. അത് താൻ തന്നെയാണ് ചെയ്തത്. തൻ്റെ ഫോണിൽ കൂടെയാണ്, ഐഫോണിൽ കൂടെയാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ ലൊക്കേഷൻ അറിയാതെ വന്നത്. കാരണം അത് റേഡിയോ വേവ്സ് തരംഗത്തിൽ കൂടെയാണ് വൈഫൈ പോകുന്നത്. പിന്നീട് അത് ഡിജിറ്റലായിട്ട് നമ്മുടെ ഫോണിൽ വരുമ്പോഴാണ് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വിളിച്ചു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. പോലീസിനും അത് വലിയ ബുദ്ധിമുട്ടായി. എന്നാൽ അതിനകത്ത് സംസാരിച്ചെല്ലാം താൻ തന്നെയാണ്. പലരെ ഫോണിൽ നിന്ന് വൈഫൈ ഉപയോഗിച്ച് താൻ അപ്രകാരം സംസാരിച്ചു എന്നാണ് ഇപ്പം പറയുന്ന മൊഴി. അതേസമയത്ത് പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസം കൊടുത്തു കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞ ഐഫോൺ ഫോണ് തൻ്റെ കയ്യിലില്ല, കാണാനില്ല എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ഇപ്പം കസ്റ്റഡിയിലെ ഒരു ഇൻട്രോഗേഷൻ അത് കാര്യമായി നടത്തിക്കഴിഞ്ഞപ്പം ഇപ്പം ഐഫോണ് തൻ്റെ വക്കീലിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെ പിടിക്കുമെന്ന് മനസ്സിലായപ്പം ഐഫോണ് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള ഷൂവിനകത്ത് താൻ ഓഫ് ചെയ്ത് വെച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ സാധനം അവിടെ ഉണ്ട്. ഏതായാലും വളപട്ടണം CIയും സംഘവും ഇയാളുമായിട്ട് ആ വക്കീലിൻ്റെ ആ ഫ്ലാറ്റിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടി പരിശോധിച്ചപ്പം പറഞ്ഞത് സത്യമാണ്. അവിടെ ഒരു ഷൂവിനുള്ളിൽ ഈ ഐഫോണ് ഓഫ് ചെയ്ത് വെച്ചതായിട്ട് കണ്ടു. അതിപ്പം പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തോട് സഹകരിച്ചു പോകുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും ആ ഗൗരവവും അഹങ്കാരവും ഒക്കെ ഏകദേശം കുറഞ്ഞു, പത്തി മടക്കി എന്നാണ് തോന്നുന്നത്. കാരണം നിരന്തരമായ കേസുകൾ 23ഓളം കേസുകളായി. അത് തന്നെ കാപ്പ പുറകെ വരുന്നുണ്ട്. 6 മാസത്തിന് സൈലൻ്റായിട്ട് ജയിലിൽ കിടന്നേ പറ്റുള്ളൂ. മറ്റ് കേസുകളൊക്കെ കുറ്റച്ചാർജ് ട്രയലും ഒക്കെ നടത്തി ശിക്ഷ പിന്നാലെ വരും. ഏതായാലും കുറേ വർഷത്തേന് വെളിയിലിറങ്ങാൻ കഴിയില്ല. എത്ര ജാമ്യത്തിന് ശ്രമിച്ചാലും നടക്കില്ല. കേരളത്തിലെ ഹൈക്കോടതിയിൽ വരെ ജാമ്യത്തിന് പോയി. ഇനി ഒരു കേസിനും ജാമ്യം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം കേരളം കണ്ടിരിക്കുന്ന ക്രിമിനൽസിൽ പല ക്രിമിനലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇയാൾ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും ഇവിടുത്തെ ഭരണകൂടത്തെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും എല്ലാവരെയും ചീത്തയും തെറി വിളിക്കുന്ന ഒരു സംവിധാനം അയാൾ ഏത് സമയം കൊണ്ടു നടക്കുന്നതാണ് കാണുന്നത്. അതുതന്നെയല്ല, ഇയാളുടെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്ന കേസിൻ്റെ ജാമ്യം കഴിഞ്ഞ ദിവസം ക്യാൻസലാവുകയും ചെയ്തു. അതുകൊണ്ട് ഇനി കുറച്ച് വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അല്പം മര്യാദയായിട്ടുണ്ട്, സൈലൻ്റായി. എങ്കിലും ഹുങ്കിനും അഹങ്കാരത്തിനൊന്നും അത്ര പെട്ടെന്നൊന്നും കുറവ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഭാര്യയും കൂടെ എതിരായി. അയാളുടെ അമ്മയും സഹോദരനും അയാളുടെ ഒപ്പം നിൽക്കുകയാണ്. അവരും ഈ അമല എന്ന പെൺകുട്ടിയെ മാനസികവും ശാരീരികവും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കാൻ തയ്യാറല്ല. ഫാമിലി കോടതിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കേസ് കൊടുക്കാനായിട്ട് അവരിപ്പോൾ തയ്യാറായില്ല. എങ്കിലും അതിന് സാധ്യതയുമുണ്ട്. ഏതായാലും ഇയാളെ തള്ളിപ്പറഞ്ഞത് കൊണ്ടും അവർക്ക് ഒരു ആൺസുഹൃത്തുള്ളതുമൊക്കെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ അത് വലിയൊരു ത്രെട്ട് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും അവർ സൂക്ഷിക്കണം. കാരണം ഇയാൾ ജയിലിൽ നിന്ന് വരുമ്പം വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കുറേ വർഷത്തേന് ഏതായാലും ജയിലിൽ നിന്ന് അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പം ഈ വീര്യമൊക്കെ കുറച്ച് കുറയും എന്നാണ് ഞാൻ കരുതുന്നത്. വൈഫൈ ഉപയോഗത്തിലെ ഒരു എക്സ്പെർട്ട് തന്നെയാണ് അയാൾ. കാരണം അയാൾ അതിൻ്റെ ടെക്നോളജിയൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഏതായാലും കുഴൽപ്പണം കടത്തിലും അതുപോലെ സ്വർണ്ണക്കടത്തിലുമുള്ള പല കേസുകളും അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ചിലതിന് കൊടുത്തിട്ടുണ്ട്, ചിലത് ഇനിയും കൊടുക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ട്രയൽ എത്രയും വേഗത്തിലാക്കി ഇയാളെ ഓരോ കേസിനും സെപ്പറേറ്റ് കേസുകളായതുകൊണ്ട് ഓരോ കേസിനും ശിക്ഷ വാങ്ങിച്ച് ഒരു 10-40 വർഷമെങ്കിലും ജയിലിൽ കിടക്കത്തക്ക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും പോലീസിനും നാട്ടുകാർക്കും
നമ്മുടെ സമൂഹത്തിന് നല്ലത്. ഇതുപോലുള്ള ക്രിമിനലിനെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം നമ്മൾ. അതിനകത്ത് ഒരു സോഫ്റ്റ് കോർണറും പാടില്ല. ഇയാൾക്ക് ലൈക്ക് അടിച്ചു വരും, ഇയാൾക്ക് പണം ഇട്ട് കൊടുത്തു വരും, ക്രൗഡ് പുള്ളിങ്ങിന് പണം ഇട്ട് കൊടുത്തു വരും. ഇയാളുടെ കൂടെ സ്ഥിരം സന്തത സഹചാരിയായി നടക്കുന്ന പലരും ഇപ്പോൾ ഒളിവിലാണ്. ലൈക്ക് ഇട്ടവരുമൊക്കെ ഏതായാലും കേസിലെ പ്രതിയാവും. ഇതൊരു പാഠമായിരിക്കണം മറ്റുള്ളവർക്കും. തോന്നിയാസവും ചീത്തയും തെറിയൊക്കെ വിളിച്ച് ഓരോരുത്തർ, തൊപ്പി ഉൾപ്പെടെയുള്ളവർ ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കസർത്ത് കാണിക്കുന്ന കാണാം. മാന്യത വിട്ടും സഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞും ചീത്തയും തെറിയും ഉപയോഗിച്ച് പറയുന്നതും, അതുപോലെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ടെല്ലാം പറഞ്ഞ് സമൂഹത്തെ നശിപ്പിക്കുന്ന കുറേ വ്ളോഗേഴ്സും കുറേ സോഷ്യൽ മീഡിയയിലെ കുറേ ആൾക്കാരും യൂട്യൂബിലും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു പാഠമായിരിക്കണം. അതിൽ നിന്നൊക്കെ പിൻവലിക്കുക. അവർ ഇതുവരെ ഇട്ടിരിക്കുന്ന ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന മോശമായ വാർത്തകൾ ഡിലീറ്റ് ചെയ്യുക. ഏതായാലും അവരെയൊക്കെ എതിരായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് പോലീസ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കിടന്ന് മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ചും തെറിയും ചീത്തയും വിളിച്ച് പറയുന്ന കുറേ വ്യൂവേഴ്സുണ്ട്. ചില ആൾക്കാർ അവരുടെ പേര് ഒക്കെ ഒളിച്ചു വെച്ചും നമ്പർ ഒളിച്ചു വെച്ചും അങ്ങനെയൊക്കെ ധാരാളം പേരും പാർട്ടിക്കാരും അല്ലാത്തവരും ഒക്കെ വളരെ മോശമായ പദങ്ങൾ ഒരിക്കലും നാട്ടിലോ വീട്ടിലോ സമൂഹത്തിലോ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് കുറേ ആളാകുന്ന കുറേ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരുണ്ട്. അവർക്കും ഇതൊരു പാഠമായിരിക്കണം. അവരെ എല്ലാവരും എത്ര ആയിരം പേരുണ്ടെങ്കിലും ശരി, അവരെയൊക്കെ കുറച്ച് ദിവസം റിമാൻഡിലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രതിവിധി ഉണ്ടാവും. ഇതൊരു പാഠമായി സമൂഹം കാണുകയും ചെയ്യും.